ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ SMC സീരീസിൽ 2 SMC സ്ട്രാറ്റജിയാണ് പഠിച്ചത്. ആ സ്ട്രാറ്റജി മാർക്കറ്റിൽ അപ്ലൈ ആകുന്ന ഒരു ലൈവ് വീഡിയോ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം മാർക്കറ്റിൽ ബിറ്റ് കോയിൻ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഇതാണ്. ഇനി ഒരു സെയിം സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു സെയിം മാർക്കറ്റ് മൂവ്മെൻറ്റിൽ ഞാൻ പഠിപ്പിച്ച SMCയുടെ 2 സ്ട്രാറ്റജി പഠിപ്പിച്ചായിരുന്നു. ആ 2 സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഇല്ലെങ്കിൽ QR കോഡ് തരാം. തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതായത് നമ്മൾ ഒരുപാട് നല്ല നല്ല ലൈവ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിന് മെമ്പർ ആകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ചെറിയ ഡൗട്ട്, കാരണം ഒരാൾക്കുള്ളൊരു ഡൗട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ലൈവ് സെഷൻ കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു സപ്പോർട്ട് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡൗൺ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 97,300 to 97,100 എന്ന് പറയുന്ന BTCയിൽ ഒരു സപ്പോർട്ട് സോൺ ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്? നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ POI ആണ്. POI എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ബയ്യേഴ്സ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് ഈ POIs, അതായത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ. ബയ്യേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ്, റൈറ്റ്? ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലൊരു റെസിസ്റ്റൻസ് സോൺ കാണും, ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സോൺ. ഇതെല്ലാം നമ്മൾ ബേസിക് പഠിക്കുന്ന പ്രൈസ് ആക്ഷൻ്റെ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് സോൺ അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡേറ്റ നോക്കി കണ്ടെത്തുന്ന ലെവൽസ് ആണ് നമ്മൾ ഗ്രൂപ്പിൽ ഈ ഷെയർ ചെയ്യുന്ന ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ്, റൈറ്റ്? സോ ഈ ഒരു സപ്പോർട്ട് സോണിൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സ്മാർട്ട് മണിയുടെ ആക്ടിവിറ്റി കാണാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ചാർട്ടിലേക്ക് പോകാം. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത അപ്ഡേറ്റിൽ നമ്മൾ വരച്ചിരുന്ന ലെവൽ ഇതാണ്. ഏകദേശം 97,300 തൊട്ട് 97,100 വരെ എന്നുള്ള 200 പോയിൻറ്റ്സിൻ്റെ ഒരു സപ്പോർട്ട് സോൺ, റൈറ്റ്? ഇനി ഈ ഒരു പോയിന്റിൽ ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവൽസ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, റൈറ്റ്? അതിന് ഞാൻ 2 സ്ട്രാറ്റജി പറഞ്ഞിരുന്നു. നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി നോക്കാം. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഇത് ചാർട്ടിൽ എങ്ങനെയാണ് നോക്കേണ്ടത്, റൈറ്റ്? മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരികയാണ്. നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് സോണിൽ ടാപ്പ് ചെയ്ത് എവിടെയാണ്? ഈ ഒരു പോയിന്റിൽ, റൈറ്റ്? മാർക്കറ്റ് താഴത്തേക്ക് വന്നു, അപ്പ് സൈഡിലേക്ക് പോയി, താഴത്തേക്ക് വന്നു. അതായത് നമ്മുടെ ഒരു സ്വിങ് എവിടെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്? സ്വിങ് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് പോയി മാർക്കറ്റ്, അവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡൗൺ സൈഡിൽ വന്നു, അപ്പ് സൈഡിലേക്ക് പോയി, ഡൗൺ സൈഡ്, വീണ്ടും അപ്പ് സൈഡ്, റൈറ്റ്? ഇതാണ് നമുക്ക് ആ മാർക്കറ്റിൽ കിട്ടുന്ന സ്ട്രക്ചർ. എല്ലാവർക്കും ഈ ഒരു സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോളിൽ, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മളതിനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടാണ് കരുതുന്നത്. കാരണം നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ലേറ്ററായിട്ട് ഈ ഒരു പോയിന്റിലാണ് വന്ന് കൺഫർമേഷൻ എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ SL വലുതാവും, ഇത് കണക്കുള്ള ഇത്രയും വലിയ മൂവും നമ്മുടെ മിസ്സാകും, റൈറ്റ്? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ POI, അതായത് HTF POI, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഈ ഒരു സ്ഥലത്ത് വന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സോണിൽ വന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്വിങ് ഹൈ, അതായത് ഈ ഒരു പോയിന്റ്, ഇത് നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്യും? ഈ ഒരു പോയിന്റിന്, ഇതിന് നമ്മൾ IDMന് പകരം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്, ആണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. സോ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഇപ്പം ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ സ്വിങ് ഹൈ, അതായത് ഡൗൺ സൈഡിലേക്ക് വരുന്ന ഈ സ്വിങ് ഹൈനെ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിൽ സസ്റ്റെയിൻ ചെയ്യത്തില്ല. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോൾ ഇല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ കൂടെ നമുക്ക് ഈ ഒരു പാർട്ടി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഒരു അപ്പ് സൈഡിലേക്കുള്ളൊരു ബയസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ട്രേഡിൽ ഒരു ചെറിയ SLോട് കൂടി എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആകുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഇവിടെ കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണല്ലോ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ ബിഗ് പ്ലെയർ ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്മാർട്ട് മണി ആക്റ്റീവ് ആകുമ്പോഴാണ് അഗ്രസീവായിട്ട് ബൈയിങ് വരികയും അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. റൈറ്റ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞു. റൈറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഓർഡർ ബ്ലോക്ക്. റൈറ്റ്. ഇനി മാർക്കറ്റിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് അപ്പ് സൈഡിലേക്കൊരു ട്രേഡ് എടുക്കാം. ഇതാണ് നമ്മുടെ ഒരു എൻട്രി പോയിന്റ്. SL ഇവിടെ വെച്ചിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്കൊരു ട്രേഡ് എടുക്കാം. ഇത് ക്ലിയർ ആയോ? ഞാനിപ്പോൾ പറയുന്ന എൻട്രി മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഒരുപാട് എൻട്രി മൊഡ്യൂൾ ഒരുപാട് കൺസെപ്റ്റ് പഠിക്കേണ്ട കാര്യമില്ല. റൈറ്റ്. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റ് നല്ല ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ SMC പകുതി പഠിച്ചു, ICT പകുതി പഠിച്ചു, പ്രൈസ് ആക്ഷൻ പഠിച്ചു, ഇതെല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും. ഒരു സ്ട്രാറ്റജി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. അതിന് ഒരുപാട് പ്രാവശ്യം ട്രേഡ് ചെയ്ത് നോക്കുക. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ, അതാ ഞാൻ പറയുന്നത്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊരു മെമ്പർ ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി ലെവൽസ് ഗ്രൂപ്പിൽ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഈ എൻട്രി മൊഡ്യൂൾ മാത്രം ആ ലെവൽസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടൈപ്പ് എൻട്രി മൊഡ്യൂൾസ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റൈറ്റ്. ഇതാണ് നമ്മുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ ഒരു എൻട്രി മൊഡ്യൂൾ. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് എൻട്രി. ഇത് മനസ്സിലായല്ലോ? ഇനി നമ്മൾ രണ്ടാമത് പഠിപ്പിച്ചൊരു കൺസെപ്റ്റാണ് എന്ത്? ലിക്വിഡിറ്റി പ്ലസ് BPR, അതായത് ബാലൻസ് പ്രൈസ് റേഞ്ച്. ഇതെൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം സോണാണ്. റൈറ്റ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി പോർഷനാണ്. അതായത് സ്മാർട്ട് മണി ആക്റ്റീവ് ആകാൻ സാധ്യതയുള്ള ഏരിയ ആണിത്. റൈറ്റ്. ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ BPR പ്രകാരം നമുക്ക് ലിക്വിഡിറ്റി ഓൾറെഡി കിട്ടി. ഇതൊരു ലിക്വിഡിറ്റി സോണാണ്. റൈറ്റ്. ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഒരു BPR വേണം, അതായത് ബാലൻസ് പ്രൈസ് റേഞ്ച്. നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്, ഈ ഒരു ക്യാൻഡിൽ എടുക്കുക. റൈറ്റ്. ഇതാണല്ലോ രണ്ടിനെയും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇത് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എന്താണ്? ഒരു പോയിന്റ് വരെ ഇത് നമ്മുടെ എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു സെയിം ക്യാൻഡിൽ കിട്ടുന്ന അടുത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇത്. റൈറ്റ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഓവർലാപ്പിംഗ് ആയിരിക്കുന്ന പോർഷൻ ഏതാണ്? ഈ ഒരു പോർഷൻ, ഈ ഒരു സോണാണ് അതിൻ്റെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ഇതിനെയാണ് നമ്മൾ എന്ത്? BPR എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് BPR കിട്ടി. BPRൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, BPRൻ്റെ ഇൻഡെപ്ത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമ്പം കൂടുതലും റീറ്റെയിലേഴ്സിൻ്റെ വിചാരം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകും. പെട്ടെന്ന് ഇതിനൊരു സ്മാർട്ട് മണി വന്ന് റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ സെല്ലേഴ്സ് എല്ലാം ഇവിടെ ട്രാപ്പ് ആകുകയാണ്. റൈറ്റ്. ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമുക്കവിടെ ഒരു BPR കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. BPR കൺഫേംഡ്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവുകയും അതിൻ്റെ ഒരു ഓവർലാപ്പിംഗ് സോൺ നമുക്ക് BPR ആയി കിട്ടുകയും ചെയ്യും. ഇതെന്താണ്? ഈ ഒരു പോയിന്റ് ആകുമ്പോൾ എന്താണ്? നമുക്ക് കൺഫേം ചെയ്യാം മാർക്കറ്റിൽ റിവേഴ്സൽ വന്നു. അതായത് സെല്ലേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു റിസ്കി എൻട്രി എടുക്കാം. ഇപ്പോൾ എന്താണ്? നമുക്ക് ആ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ, നമ്മൾ നേരത്തെ പഠിച്ചൊരു കൺസെപ്റ്റിൻ്റെ നമുക്കൊരു എൻട്രി കിട്ടുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഏകദേശം. റൈറ്റ്. പക്ഷേ നമുക്ക് ഒരു ഏർലി എൻട്രി, അഗ്രസീവ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ BPR കിട്ടുന്ന സമയത്ത് തന്നെ, BPR എല്ലായിടത്തും കിട്ടണമെന്നല്ല, BPR നമുക്ക് ഏതൊരു പോയിന്റിൽ കിട്ടണം? BPR കിട്ടണം നമുക്ക് ഒരു ലിക്വിഡിറ്റി സോണിൻ്റെ അടുത്തുനിന്ന്. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ
ബയേഴ്സ് വരാനില്ലേ സെല്ലേഴ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയയിൽ ഒരു BPR ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു BPR ക്രിയേഷനെ കൺഫർമേഷനായിട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നിങ്ങൾക്ക് താഴത്തുനിന്നാണ് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫെയർ വാല്യൂനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. സോ മാർക്കറ്റ് പല സമയത്തും പല കാര്യങ്ങളാണ് നടക്കുന്നത്. ചില സമയത്ത് ടാപ്പ് ചെയ്യാം, ചില സമയത്ത് ടാപ്പ് ചെയ്യത്തില്ല. ഇത് മാർക്കറ്റിൽ വരുന്ന ബയേഴ്സിൻ്റെ അഗ്രസീവ്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിൽ ടാപ്പ് ചെയ്യോ ഇല്ലയെന്ന്. സോ നിങ്ങൾക്കൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ POയിൽ നിന്ന് ഏതെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി അഗ്രസീവായിട്ട് എൻട്രി ചെയ്യുക. അതിനു ശേഷം നിങ്ങളൊരു കൺഫർമേഷൻ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സൽ തുടങ്ങുന്നൊരു പോയിന്റിൽ നിങ്ങൾ ട്രേഡ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SL ഏറ്റവും ചെറുതായിരിക്കും. ലൈക്ക് ഒരു 97,000 പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് ഒരു 175 പോയിന്റ് ഇല്ലെങ്കിൽ 200 പോയിന്റ് SL എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മാക്സ് ടു മാക്സ് ട്രേഡ് പഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ആ ഒരു ട്രേഡ് അത് കഴിഞ്ഞ് നമുക്ക് എന്താണ്, നമ്മുടെ SL ഹിറ്റായിട്ടില്ല, 200 പോയിന്റ് SL വെച്ചിട്ട് നമുക്ക് എന്താണ് അപ്പ് സൈഡിലേക്ക് ഒരു പ്രോപ്പർ ട്രേഡ് എടുക്കാം. അത് ഏകദേശം നിങ്ങൾക്ക് ഒരു 1000 പോയിന്റിന് മുകളിൽ തരുന്ന ഒരു സൂപ്പർ ട്രേഡ് ആയിരുന്നു, റൈറ്റ്? സോ ഇതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബിറ്റ് കോയിനിൽ കിട്ടിയ നമുക്കൊരു എക്സാമ്പിൾ, അതായത് നമ്മുടെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ നമ്മുടെ ഒരു ബിറ്റ് കോയിനിലെ ഒരു എക്സാമ്പിൾ. സോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള 2 കൺസെപ്റ്റും മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, റൈറ്റ്? പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ലെവൽസ് കണ്ടെത്താൻ കൂടെ ഒന്ന് പഠിക്കണം. അത് എക്സ്പീരിയൻസും പ്രാക്ടീസും കൊണ്ടേ പഠിക്കത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അതായത് നമ്മൾ ഇടുന്നൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, താങ്ക് യു.